ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ശാരിയും മകളും കൂടി അമ്പലത്തിലെത്തി. തൊഴുത് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സേനനും കിരണും കൂടി വരുന്നത്. അപ്പം സേനൻ ആ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശാരിയെയും സരയുനെയും കണ്ടു. സരയു ഉടുത്തിരിക്കുന്ന സാരി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താരയുടെ കൈവശം സേനൻ കൊടുത്തയച്ച അതേ സാരി തന്നെയാണെന്ന് പുള്ളിക്കാരന് പിടികിട്ടിയതും മോനെ കിരണേ നീ ഒന്നിങ്ങി ഇറങ്ങിക്കേ, ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പം വെളിവാകാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് കിരണിനെയും കൂട്ടിയിട്ട് സേനനാണെങ്കിലും നമ്മുടെ ശാരിയുടെയും സരയുടെയും അടുത്തേക്ക് വരിക. അപ്പം ഇവർ വരുന്ന വരവ് കാണുമ്പോഴത്തേക്കിനും ശാരിക്ക് നല്ല പതർച്ചയുണ്ട്. ശാരി പേടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് സരയു പറഞ്ഞു, അമ്മ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മോളെ അവരെന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുന്നതായിരിക്കുമോ? അമ്മയ്ക്ക് ചെറിയൊരു പേടിയുണ്ടെന്നൊക്കെ പറയുമ്പം അമ്മ എന്തിനാ ഇങ്ങനെ ഉള്ളവരെയൊക്കെ പേടിക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്താടാ കിരണേ, എന്താ കാര്യമൊന്നും ചോദിച്ച് സരയു ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും കിരണാണെങ്കിലോ നിന്നെയും നിന്റെ അമ്മയെയും കുറെ കാലമായല്ലോ ഇങ്ങനെ അടുത്ത് കണ്ടിട്ട്, അപ്പം കണ്ടത് കൊണ്ടൊന്ന് അടുത്ത് വന്ന് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സേനനാണെങ്കിൽ നമ്മുടെ സരയുവിനെ മൊത്തത്തിലൊന്ന് നോക്കി. സരയു ആണെങ്കിലോ ഈ നോട്ടമൊക്കെ കണ്ടിട്ട് സരയുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അതെ, ഇത് നിന്റെ ഓണക്കോടിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശാരിക്ക് പേടിയായി. ശാരിയാണെങ്കിൽ താര കൊണ്ടുവന്ന അതേ ഓണക്കോടി തന്നെയാണല്ലോ എടുത്ത് നമ്മുടെ സരയുവിന് സമ്മാനമായിട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇവള് ഭയന്ന് വറച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സേനന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. എന്തായാലും താര ആ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നും താര ഓണക്കോടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ സേനൻ ഏകദേശം മനസ്സിലായെന്ന് നമ്മുടെ ശാരിക്കും പിടികിട്ടി. അങ്ങനെ ശാരി ഭയന്ന് വറച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണിയെക്കുറിച്ചുള്ള സംസാരമായി കിരണും സരയും കൂടി. എടാ നീ അത്ര കണ്ടങ്ങ് അഹങ്കാരിക്കൊന്നും വേണ്ട. നിന്റെ ഭാര്യയുടെ പേരിൽ വഴിപാട് വല്ലതും കഴിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും കഴിച്ചിട്ട് പോയിക്കോ. എന്തായാലും അതിനൊന്നും വലിയ ഫലമൊന്നും ഉണ്ടാവില്ല കിരണേ. ഞാനും എൻ്റെ അമ്മയും ഒക്കെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൾക്ക് ഒരു കാലത്തും ഇതുപോലെയുള്ള ഒരു ഉന്നതിയിലൊന്നും എത്താനായിട്ട് സാധിക്കില്ല. അവള് തോറ്റു തുന്നം പാടും. നീ ഇന്ന് കണ്ടോ, നീ വലിയ ആഗ്രഹത്തിൽ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കിരണിനെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സരയു സംസാരിക്കുമ്പം അതെ, ഞാൻ നിന്നോട് ബെറ്റ് വയ്ക്കുക, എൻ്റെ കല്യാണി ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. പിന്നെ അവളുടെ പേരെന്തായാലും നിനക്കിടാൻ പറ്റത്തില്ലല്ലോ, അതിനുള്ളൊരു യോഗ്യത പോലും നിനക്കില്ല. നീയൊക്കെ ജനിച്ചത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം കാര്യമാണ്. നിന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേടാ. എടാ നീ പറഞ്ഞു വരുന്നത് എൻ്റെ അച്ഛനെ കുറിച്ചിട്ടാണ്. എൻ്റെ അച്ഛൻ നിന്റെ ആരാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പം അറിയാടി, നന്നായിട്ടറിയാം. എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും തമ്മിൽ ഒരുപാട് കാലം അകറ്റി നിർത്തിയിരുന്നതാ നിന്റെ അച്ഛൻ. അയാളുടെ മകളല്ലേ നീ, അപ്പം നീ ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുകയുള്ളൂ. എന്തായാലും നിന്റെ അച്ഛൻ്റെ ആ ഒരു സ്വഭാവങ്ങളും ഒരുപാട് പെണ്ണുങ്ങളുടെ പുറകെ നടന്ന കഥകളും ഒന്നും നീ ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതുകൊണ്ട് നിനക്ക് എൻ്റെ കല്യാണിയുടെ വാലെ കെട്ടാനുള്ള യോഗ്യത ഇല്ലാന്നും പറഞ്ഞ് കിരൺ നമ്മുടെ സരയുനെ ഇങ്ങനെ കളിയാക്കി സംസാരിച്ചപ്പം സേനനാണെങ്കിൽ രൂക്ഷമായിട്ട് ഇവരെ രണ്ടുപേരെ നോക്കുക. വാ മോനെ, ഇനി ഇവരോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അച്ഛനും മോൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് കിരണിനെ മാറ്റി നിർത്തി. സേനൻ സംസാരിക്കുക, മോനെ അച്ഛന് ബലമായ സംശയം താര അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നും താരയെ ശാരിയും സരയും കൂടി എന്തോ ചെയ്തിട്ടുണ്ടെന്നും തന്നെയാണ്. അല്ലെങ്കിൽ അവളുടെ കൈവശം ഞാൻ കൊടുത്തയച്ച ആ വില കൂടിയ സാരി അതാണിന്ന് സരയെ ഉടുത്തിരുന്നത്. അതച്ഛന് ഉറപ്പ് തന്നെയാണോ? അച്ഛൻ നല്ലതുപോലെ തന്നെ നോക്കിയോ എന്നൊക്കെ നമ്മുടെ കിരൺ ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കിനും അതേ മോനെ, ഞാനത് സെലക്ട് ചെയ്തത്, ഞാനും നിന്റെ അമ്മയും കൂടി സെലക്ട് ചെയ്തിട്ട് താരയുടെ കൈവശം നല്ല ആ ഒരു പുടവ കൊടുത്തു വിടുക ചെയ്തതെന്നും പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും കിരണിന് മനസ്സിലായി, അപ്പം താരാൻ്റെയും സരയും ഒക്കെ തന്നെയാണ് പ്രതിയായിട്ട് വന്നത്. എന്തായാലും ഇവരെന്താ താരാൻ്റിയെ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാച്ച, ഞാൻ തന്നെ പോയി ശാരി ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ശാരി എന്തായാലും എന്നെ പേടിയുള്ളത് കൊണ്ട് എന്നോട് സത്യങ്ങൾ പറയാതിരിക്കില്ല എന്നും പറഞ്ഞ് കിരൺ അച്ഛനോട് യാത്രയും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത്
ദാ നമ്മുടെ ശാരിക്ക് നല്ല ടെൻഷനായി. അപ്പം ശാരി നേരെ ചെല്ലുക മരുമോൻ്റെ അടുത്തേക്ക്. അപ്പം മരുമോണ്ട നല്ല സൂപ്പറായിട്ട് ഓണത്തിൻ്റെ ആ ഒരു ഗെറ്റപ്പിലൊക്കെ ഒരുങ്ങി നിൽക്കുക. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഇവിടെ നിന്ന് ആ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് വേണം ആശാന് നമ്മുടെ ജിഷയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് ആ തിരക്കിലൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് മോനെ മനു, അമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാനുണ്ട്, നീ ഒന്ന് ഇങ്ങോട്ട് വരാവോ എന്ന് ചോദിക്കുക. എന്താ എന്താ അമ്മ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് മനു അടുത്തേക്ക് ചെന്നു. മോനെ എടാ, ഇന്ന് സേനനെയും അതുപോലെ തന്നെ കിരണിനെയും ഒക്കെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. അവിടെ വെച്ച് കണ്ട സമയത്ത് അവർക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. താരയുടെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് മോനെ. അതിന് അവരെന്തിനാ അമ്മയെ സംശയിക്കുന്നത്? മോനെ, അത് താര കൊണ്ടുവന്ന സമ്മാനമാണ് ഞാൻ സരയൂനെടുത്ത് കൊടുത്തത്. അപ്പം ആ സാരി സേനന് മനസ്സിലായെന്നാ തോന്നുന്നത്. അങ്ങനെ ഒരു പേടി അമ്മയ്ക്കുണ്ട്. എന്തിനാ ചുമ്മാ പേടിക്കുന്നത്? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ വേണ്ട വിധം ഡീൽ ചെയ്തോളാന്നും പറഞ്ഞ് ഇവൻ അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാരിയെ ഇനി ഈ പേരും പറഞ്ഞ് എന്തെങ്കിലും രീതിയിലൊക്കെ പിഴിയാൻ പറ്റുമെങ്കിൽ പിഴിയാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് മനു അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതാ അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ്. അപ്പം നമ്മുടെ പ്രകാശനും ടീമും ഒക്കെ അപ്പുറേ നിന്ന് പടക്കം പൊട്ടിക്കലും ഓണത്തിൻ്റെ പൂക്കളം ഇടലും ഒക്കെ ആയിട്ട് അവരും അങ്ങ് ആഘോഷത്തിലാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ കല്യാണിക്കാണെങ്കിലോ അവിടെ അവരുടെ ആ ഒരു ആഘോഷങ്ങൾക്കിടയിൽ ചെറിയൊരു മത്സരം നടക്കുക. നമ്മുടെ കിരൺ ബെറ്റ് വെച്ചതുപോലെ തന്നെ കല്യാണിക്ക് തന്നെ ആ പ്രൈസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നാളെ കാത്തിരുന്ന് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ കാണുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.